RCM ബിസിനസിനെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയുവാൻ RCM ബിസിനസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് rcmbusinesskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. RCM എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലുമുള്ള ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ഈ പ്രമേഹം എങ്ങനെ എളുപ്പത്തിൽ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശരീരമാണ്. നിത്യയൗവനം നിലനിർത്താൻ ദിവസവും ന്യൂട്രീഷൻ ആവശ്യമാണ്. ആക്റ്റീവായി നിലനിർത്തുവാനും ദീർഘായുസ്സോടെ ഇരിക്കാനും പോഷകങ്ങൾ ആവശ്യമാണ്. അകത്തുള്ള രോഗങ്ങളെ കാണാൻ നമ്മുടെ നാവ് നോക്കിയാൽ മതി. നല്ല പോഷകങ്ങൾ ഉള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രായമാകുന്നതിന്റെ വേഗത കൂടും. പ്രായം ആകുന്നതിന് അനുസരിച്ച് നമ്മുടെ ദഹനവും ആഗീകരണവും പതുക്കെയാവും. WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന ലോകാരോഗ്യ സംഘടന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൃത്യമായ കണക്ക് പറയുന്നു. അതുപോലെ RDA ദിവസവും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവും പറയുന്നുണ്ട്. പ്രമേഹം നിങ്ങളുടെ ശരീരത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗം, വൃക്കരോഗം, നാഡികളുടെ തകരാറുകൾ തുടങ്ങിയ ദീർഘകാല സങ്കീർണതകൾക്ക് കാരണമാകും. ചികിത്സയിൽ പലപ്പോഴും മരുന്നുകളും ഇൻസുലിൻ കുത്തിവയ്പ്പുകളും ഉൾപ്പെടുന്നു. എന്നാൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പലരും താൽപ്പര്യപ്പെടുന്നു. പ്രീഡയബറ്റിസം പ്രമേഹം ഉള്ളവരിൽ ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിന് പ്രകൃതിവും ഫലപ്രദവുമായ ചേരുവകൾ ഉപയോഗിച്ചാണ് ന്യൂട്രിചാർജ് ഗ്ലൈസെം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം അസാധാരണമായ സെറം ലിപിഡ് അളവ്, സെല്ലുലാർ കേടുപാടുകൾ തുടങ്ങിയ ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണയേക്കാൾ കൂടുതലാണ്. ടൈപ്പ് 2 പ്രമേഹം രോഗനിർണയത്തിന് വേണ്ടത്ര ഉയർന്നതല്ലെങ്കിലും റിവേഴ്സിബിൾ അവസ്ഥയാണ് പ്രീഡയബറ്റിസ്. പ്രീഡയബറ്റിസ് ഉള്ളവർക്ക് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. ദിവസേന നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ന്യൂട്രിഷൻ ആണ് വെള്ളം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഫൈബർ, മിനറൽസ്, വിറ്റാമിനുകൾ, പ്രോട്ടീൻ. ഈ 7 പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ വേണം. അതിനെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കണം. എത്രതരം പ്രമേഹം ഉണ്ട്? 2 തരം. ടൈപ്പ് 1 സ്ഥിരമായി പുകവലിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മനാ കിട്ടുന്ന പ്രമേഹം. ടൈപ്പ് 2 ജീവിതശൈലി മൂലം വരുന്ന പ്രമേഹം. പ്രീ ഡയബറ്റിസ് എന്നു പറഞ്ഞാൽ പ്രമേഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുന്നവർ. ഡയബറ്റിസ് എന്നു പറഞ്ഞാൽ പ്രമേഹ രോഗികൾ. നോ ഡയബറ്റിസ് എന്നു പറഞ്ഞാൽ പ്രമേഹം ഇല്ലാത്തവർ എന്നൊക്കെയാണ്. പ്രീ ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു? പ്രീ ഡയബറ്റിസ് ഉണ്ടാകാൻ പല കാരണങ്ങൾ ഉണ്ട്. അതായത് ഫാറ്റ് കൂടുമ്പോൾ, പോഷകങ്ങളുടെ കുറവ് മൂലം, ഉറക്കം ഇല്ലായ്മ, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ ഇതുമൂലം പ്രമേഹം ഉണ്ടാകുന്നു. ഗർഭിണിക്ക് പ്രമേഹം വരുന്നത് ആദ്യ പ്രസവത്തിനെക്കുറിച്ച് പേടി. ഇത് രക്തക്കുഴലുകളെ ബാധിച്ച് അത് പിന്നീട് ഹാർട്ടിന് ബാധിക്കും. പാൻക്രിയാസിന്റെ ക്ഷമത കുറവാണ് ഷുഗറിലേക്ക് വരുന്നത്. ഷുഗർ ഉള്ളവർക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അല്ലെങ്കിൽ മസിൽ പതുക്കെ വീക്കാവും. ഓരോ വ്യക്തിയും 35 വയസ്സ് കഴിയുമ്പോൾ 1% മസിൽ കുറയും. ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂട്രിചാർജ് ഗ്ലൈസെം ഉൽപ്പന്നം. ഇതിൽ 1.64% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതുമൂലം ഷുഗർ രോഗിയുടെ ക്ഷീണം മാറ്റും. ന്യൂട്രിചാർജ് ഗ്ലൈസെം ഉൽപ്പന്നത്തിൽ അടങ്ങിയ ചേരുവകൾ: കറുവാപ്പട്ട, കുടംപുള്ളി, കൊക്കോ, കോഫി, സോയ പ്രോട്ടീൻ, ഡയറ്ററി ഫൈബർ എന്നിവയാണ്. കറുവാപ്പട്ട ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് ഭക്ഷണം കഴിച്ചതിനുശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെയും പ്രമേഹവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിലൂടെയും കറുവപ്പട്ട രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്ന ട്രസ്റ്റഡ് സോഴ്സ് ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇത് നൽകുന്നു. ഇത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഉപയോഗപ്രദമാകും. കറുവപ്പട്ടയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ആന്റിയോക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു.
ഇത് ദോഷകരമായ ഫ്രീ റാഡിക്കലുകൾ മൂലം കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തരം നാശമാണ്. പ്രമേഹമുള്ളവരിൽ പാൻക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കോശങ്ങൾ ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കുന്നില്ല. ഇത് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലേക്ക് നയിക്കുന്നു. കറുവപ്പട്ട ഇൻസുലിന്റെ ഫലങ്ങൾ അനുകരിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിച്ചേക്കാം. രക്തപ്രവാഹത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് പഞ്ചസാര നീക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും കോശങ്ങളിലേക്ക് പഞ്ചസാര നീക്കുന്നതിൽ ഇൻസുലിൻ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. ദീർഘകാല രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിന്റെ അളവുകോലായ ഹീമോഗ്ലോബിൻ A1C കുറയ്ക്കാനും കറുവപ്പട്ടയ്ക്ക് കഴിയുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ വലുപ്പത്തെയും അതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവിനെയും ആശ്രയിച്ച് കഴിച്ചതിനുശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം വർദ്ധിക്കും. ഭക്ഷണത്തിനു ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ ഈ കുതിച്ചുചാട്ടം നിയന്ത്രിക്കാൻ കറുവപ്പട്ട സഹായിക്കും. നിങ്ങളുടെ വയറ്റിൽ നിന്ന് ഭക്ഷണം ശൂന്യമാകുന്ന നിരക്ക് മന്ദഗതിയിലാക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഈ കുതിച്ചുചാട്ടം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുവെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനു പുറമെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ചില സങ്കീർണതകൾക്കുള്ള സാധ്യതയും കറുവപ്പട്ടയ്ക്ക് കുറയ്ക്കാൻ കഴിയും. കുടംപുളി അഥവാ മലബാർ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സിസ്ട്രിക് ആസിഡ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇത് സിട്രേറ്റ് ലൈസ് എന്ന എൻസൈമിനെ തടയുകയും കാർബോഹൈഡ്രേറ്റുകളെ കൊഴുപ്പാക്കി മാറ്റുന്നത് തടയുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യും. കുടംപുളി, മലബാർ പുളി അല്ലെങ്കിൽ ഗാർസിനിയ കാംബോജിയ എന്നും ഇത് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ പാചകരീതിയിൽ പുളിച്ചരുചിക്കും ആരോഗ്യപരമായ ഗുണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പഴമാണ്. കുടംപുളിയിൽ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ധാരാളമുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും ശരീരഭാരം കുറയ്ക്കുന്നതിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംയുക്തമാണ്. കുടംപുള്ളി സിട്രേറ്റ് ലൈസിനെ തടയുന്നു. കാർബോഹൈഡ്രേറ്റുകളെ കൊഴുപ്പാക്കി മാറ്റുന്നതിൽ പങ്കുവഹിക്കുന്ന സിട്രേറ്റ് ലൈസ് എന്ന എൻസൈമിനെ തടയുന്നതിലൂടെ HCA പ്രവർത്തിക്കുമെന്ന് കരുതപ്പെടുന്നു. HCA ഗ്ലൂക്കോസ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുമെന്നും ഇത് മികച്ച രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലേക്ക് നയിക്കുമെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ വികസനത്തിൽ ഒരു പ്രധാന ഘടകമായ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ HCA സഹായിക്കും. HCA വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും. ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും കാരണമാകും. കുടംപുളിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കുടംപുളി ദഹന ഗുണങ്ങൾക്കും പേരുകേട്ടതാണ്. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും കാരണമാകും. കൊക്കോ, പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്, ഇൻസുലിൻ സംവേദനക്ഷമതയും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. കാരണം അതിൽ ഉയർന്ന അളവിൽ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിരിക്കുന്നു. കാരണം ഇവ ആന്റിഓക്സിഡന്റുകളാണ്. ഇവ എൻഡോതെലിയൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ടൈപ്പ് 2 പ്രമേഹത്തിലേക്കുള്ള പുരോഗതിയെ മന്ദഗതിയിലാക്കാനും സാധ്യതയുണ്ട്. കൊക്കോയിൽ ഒരു തരം ആന്റിഓക്സിഡന്റ് ആയ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് ഇൻസുലിനോടുള്ള പ്രതികരണം മെച്ചപ്പെടുത്തും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ്. കൊക്കോയിലെ ഫ്ലേവനോയിഡുകൾ രക്തക്കുഴലുകളുടെ ആന്തരിക പാളിയായ എൻഡോതെലിയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. ഇത് ഇൻസുലിൻ സംവേദനക്ഷമതയിലും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലും ഒരു പങ്കുവഹിക്കുന്നു. കൊക്കോയിലെ ഫ്ലേവനോളുകൾ ഇൻസുലിൻ പ്രതിരോധവുമായും ടൈപ്പ് 2 പ്രമേഹത്തിന്റെ വികാസവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കൊക്കോയിലെ ഫ്ലേവനോളുകളെ നിങ്ങളുടെ രക്തത്തിലെ ഉയർന്ന അളവിലുള്ള നൈട്രിക് ഓക്സൈഡുമായി പഠനങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. നൈട്രിക് ഓക്സൈഡ് നിങ്ങളുടെ ധമനികളെയും രക്തക്കുഴലുകളെയും വിശ്രമിക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ രക്തപ്രവാഹം മികച്ചതാക്കാൻ സഹായിക്കുന്നു. കൊക്കോ, പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് പ്രമേഹം തടയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും നല്ല സ്വാധീനം ചെലുത്തുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഉയർന്ന ശതമാനം കൊക്കോ സോളിഡുകളുള്ള ഡാർക്ക് ചോക്ലേറ്റിൽ മിൽക്ക് ചോക്ലേറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ഫ്ലേവനോയിഡുകളും പഞ്ചസാരയുടെ അളവും കുറവാണ്. കാപ്പി നേരിട്ട് പഞ്ചസാര കുറയ്ക്കുന്നില്ലെങ്കിലും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പതിവായി കാപ്പി കഴിക്കുന്നത്, പ്രത്യേകിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ,
ഇൻസുലിൻ സംവേദനക്ഷമതയും ഗ്ലൂക്കോസ് മെറ്റബോളിസവും മെച്ചപ്പെടുത്തുന്നതിലൂടെ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പതിവായി കാപ്പി കഴിക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും, അതായത് ശരീരകോശങ്ങൾ ഇൻസുലിനോട് നന്നായി പ്രതികരിക്കുമെന്നും, ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നുമാണ്. കാപ്പിയിൽ ആന്റിയോക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. ഇത് പ്രമേഹത്തിന്റെ ഒരു ഘടകമായ വിട്ടുമാറാത്ത വീക്കം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. പ്രത്യേകിച്ച് പഞ്ചസാരയോ ഉയർന്ന കലോറി ക്രീമറോ ചേർക്കാതെ കാപ്പി കഴിക്കുമ്പോൾ ടൈപ്പ് 2 പ്രമേഹം തടയുന്നതിൽ ഒരു പ്രധാന ഘടകമായ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കാപ്പിയിലെ പോളിഫെനോളുകൾ ദഹനനാളത്തിൽ നിന്ന് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കുകയും ഭക്ഷണത്തിനു ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യും. കാപ്പി കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കൊഴുപ്പ് ഓക്സീകരണം മെച്ചപ്പെടുത്തുകയും സ്റ്റീറ്റോസിസ്, അതായത് ഫാറ്റി ലിവർ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം നിലനിർത്താനും ഇത് സഹായിക്കും. സോയ പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് ദഹനം മന്ദഗതിയിലാക്കുന്നതിലൂടെയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലൂടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന ഗ്ലൂക്കോസിന്റെ ആഗിരണം തടയുന്നതിലൂടെയും സോയ പ്രോട്ടീൻ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റുകൾക്കൊപ്പം കഴിക്കുമ്പോൾ ശരീരം കാർബോഹൈഡ്രേറ്റുകൾ ആഗിരണം ചെയ്യുന്നതിന്റെ നിരക്ക് കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാവധാനത്തിലും ക്രമാനുഗതമായും ഉയരാൻ കാരണമാവുകയും ചെയ്യും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സോയ പ്രോട്ടീൻ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുമെന്നാണ്. അതായത് ശരീരകോശങ്ങൾ ഇൻസുലിനോട് കൂടുതൽ പ്രതികരിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആസോഫ്ലേവോൺസ് പോലുള്ള സോയയിലെ ചില സംയുക്തങ്ങൾ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിനെ തടയുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ടോഫു, എഡമേം പോലുള്ള സോയ ഭക്ഷണങ്ങൾ നാരുകളുടെ നല്ല ഉറവിടങ്ങളാണ്. ഇത് ദഹനം മന്ദഗതിയിലാക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം മെച്ചപ്പെടുത്താനും സഹായിക്കും. സോയ ഉൽപ്പന്നങ്ങൾക്ക് സാധാരണയായി കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട്. സോയ പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള സോയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ടെമ്പെ, മിസോ തുടങ്ങിയ പുളിപ്പിച്ച സോയ ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിന് അധിക ഗുണങ്ങൾ നൽകും. ഡയറ്ററി ഫൈബർ. ഭക്ഷണത്തിലെ നാരുകൾ, പ്രത്യേകിച്ച് ലയിക്കുന്ന നാരുകൾ, കാർബോഹൈഡ്രേറ്റുകളുടെ ദഹനവും ആഗിരണവും മന്ദഗതിയിലാക്കുന്നതിലൂടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ കൂടുതൽ ക്രമാനുഗതമായ പ്രകാശനത്തിലേക്ക് നയിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ കുതിച്ചുചാട്ടം തടയുകയും ചെയ്യുന്നു. ലയിക്കുന്ന നാരുകൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് ആമാശയത്തിൽ ഒരു ജെൽ പോലുള്ള പദാർത്ഥം രൂപപ്പെടുത്തുന്നു. ഇത് ദഹനവ്യവസ്ഥയിലൂടെ ഭക്ഷണത്തിന്റെ ചലനത്തെ മന്ദഗതിയിലാക്കുന്നു. ഈ മന്ദഗതിയിലുള്ള ദഹനം അർത്ഥമാക്കുന്നത് കാർബോഹൈഡ്രേറ്റുകൾ സാവധാനത്തിൽ ഗ്ലൂക്കോസായി വിഘടിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ദ്രുതഗതിയിലുള്ള കുതിച്ചുചാട്ടം തടയുന്നു. ഗ്ലൂക്കോസിന്റെ കൂടുതൽ ക്രമാനുഗതമായ പ്രകാശനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് പ്രമേഹമുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അത് വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളവർക്ക് പ്രത്യേകിച്ചും പ്രധാനമാണ്. ആപ്പിൾ, വാഴപ്പഴം, ഓട്സ്, പയർ, കറുത്ത പയർ, ലിമ ബീൻസ്, ബ്രസൽസ് മുളകൾ, അവോക്കാഡോകൾ എന്നിവ ലയിക്കുന്ന നാരുകളുടെ നല്ല ഉറവിടങ്ങളാണ്. ഇത്രയും ഗുണങ്ങളുള്ള ചേരുവകൾ ചേർത്ത് ഷുഗർ കുറയ്ക്കാൻ പ്രാപ്തമായ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് ഗ്ലൈസെം. ഇതിന്റെ പ്രത്യേകത ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. 90 ദിവസം കൊണ്ട് ഡയബറ്റിസ് ഉള്ള ആളുകളെ പ്രീഡയബറ്റിക്സിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് നോ ഡയബറ്റിക്സിലേക്ക് കൊണ്ടുവരും. 140 mg വരുന്നതുവരെ കഴിക്കാം. 6000 സ്റ്റെപ്പ് ദിവസേന നടക്കണം, യോഗ ചെയ്യുക, വ്യായാമം ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക. ഷുഗർ ഇല്ലാത്ത കുടവയർ ഉള്ള ആളുകൾക്ക് ഗ്ലൈസൻ പ്രോഡക്റ്റ് കൊടുത്താൽ കുടവയർ കുറയുന്നതാണ്. പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മറ്റൊരു ദിവസം വേറെ ഒരു പ്രൊഡക്റ്റുമായി കാണാം. നന്ദി.